സലു കിച്ചന്റെ റമദാൻ മുബാറക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താറിന് പറ്റിയ 2 ഈസി ഫ്രൂട്ട് മിൽക്ക് ജ്യൂസാണ്. ഇത് കുടിക്കുവാനും കഴിക്കുവാനും പറ്റിയ നല്ല ഒരു കോമ്പിനേഷനാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഞാനിവിടെ 2 കപ്പ് പാലിലാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ പിസ്ത ഇലൈച്ചി മിക്സ് ഞാനൊരു 3-4 ഡ്രോപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കും. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 2 ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കും. ഞാൻ 1 സ്കൂപ്പ് പിസ്തയുടെ ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇത് ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ബൗളിൽ എടുത്ത് കാണിച്ചത്. ഇപ്പം നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. ഇതിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പം നല്ല ഒരു ഗ്രീൻ കളറ് വന്നിട്ടുണ്ട്. നല്ല ഒരു പിസ്തയുടെ മണവും ഉണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആപ്പിളാണ്. അപ്പം ഞാൻ ആപ്പിള് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചിരുന്നാൽ ഇത് കറുക്കത്തില്ല. അപ്പം ആപ്പിൾ ഒരുപാടൊന്നും ഇടത്തില്ല കേട്ടോ, കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് ഇതുപോലെ ഡ്രെയിൻ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ആപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അതുപോലെ തന്നെ ഗ്രീൻ കളറിലെ സീഡ്ലെസ് ഗ്രേപ്സ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാകും. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ സബ്ജ സീഡ് ഇതുപോലെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1-2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സെർവ് ചെയ്യാൻ നേരം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം സെർവ് ചെയ്യാനുള്ളത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പിസ്ത ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാലും ഫ്രൂട്ട്സും എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ജ്യൂസാണ്. ഇനി ഞാൻ അടുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ തന്നെ 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കുകയാണ്. നല്ല തണുത്ത പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2-3 ഡ്രോപ്പ് സ്ട്രോബെറി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1 സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ 1 സ്കൂപ്പ് മതിയാവും കേട്ടോ. ഇനി ഇത് ഇത്രയും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത്രയും മതിയാകും. ഇതിന് ഞാനൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2 ക്യൂബ് ഐസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ കുറച്ച് ആപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മാതളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള മാതളത്തിന് അത്ര കളറില്ല. അപ്പം നിങ്ങൾക്ക് കളറുള്ള കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ സബ്ജ സീഡ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഇതുപോലെ ലൂസായിരിക്കണം കേട്ടോ. നമുക്ക് കുടിക്കാൻ വേണം, എന്നാൽ ഈ ആപ്പിളൊക്കെ നമുക്ക് കടിക്കാനും കിട്ടണം. ഞാൻ ഇതിന് മുകളിൽ കുറച്ച് മാതളം ഒന്ന് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി മിൽക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നോമ്പ് തുറയ്ക്ക് പറ്റിയ 2 ഫ്രൂട്ട് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.